നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ചുമതലയേറ്റു. ഇടുക്കി ജില്ലാ സബ് കളക്ടർ അനൂപ് ഗാർഗെയായിരുന്നു വരണാധികാരി. തൊടുപുഴ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മിനിറ്റ്സിൽ തിരുത്തിയിൽ പ്രതിഷേധം. ലിറ്റി ജോസഫിനെ അധ്യക്ഷയാക്കണമെന്ന നിർദ്ദേശം ബ്ലോക്ക് പ്രസിഡന്റിന്റെ വ്യക്തി താൽപര്യമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ പറഞ്ഞു. കട്ടപ്പന നഗരസഭ അധ്യക്ഷനായി UDF-ലെ ജോയി വെട്ടിക്കുഴിയെ തെരഞ്ഞെടുത്തു. വരണാധികാരി അതുൽ സ്വാമിനാഥ് പുതിയ അധ്യക്ഷന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോതമംഗലം നഗരസഭയുടെ ചെയർപേഴ്സണായി കോൺഗ്രസിലെ ഭാനുമതി രാജു തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ നൽകുന്ന സ്വീകരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഇടുക്കി ജില്ലാ സന്ദേശയാത്ര ശനിയാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ചുമതലയേറ്റു. വെള്ളിയാഴ്ച രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് കൗൺസിലറായ സാബിറ ജലീൽ ചെയർപേഴ്സണായും തുടർന്ന് ഉച്ചകഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ K ദീപക് വൈസ് ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കി ജില്ലാ സബ് കളക്ടർ അനൂപ് ഗാർഗായിരുന്നു വരണാധികാരി. തൊടുപുഴ നഗരസഭ ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ സാബിറ ജലീൽ തെരഞ്ഞെടുക്കപ്പെട്ടു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സാബിറയ്ക്ക് 22 വോട്ടും BJP-യിലെ ശ്രീജ രാജേഷിന് 9 വോട്ടും LDF-ലെ കവിത അജിക്ക് 6 വോട്ടും ലഭിച്ചു. സ്വതന്ത്രനായി വിജയിച്ച R ഹരി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. 2 സ്വതന്ത്ര അംഗങ്ങൾ UDF-നെ പിന്തുണച്ചു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് വരണാധികാരിയായിരുന്നു. മുനിസിപ്പൽ 18-ാം വാർഡായ കുമ്മങ്കല്ലിൽ മുൻ നഗരസഭാ ചെയർപേഴ്സണും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ സബീന ബിജുവിനെതിരെ അട്ടിമറി വിജയം നേടിയാണ് സാബിറ ജലീൽ ഇത്തവണ കൗൺസിലിൽ എത്തുന്നത്. 2020-ൽ 16-ാം വാർഡിൽ നിന്നും വിജയിച്ചു. കുടുംബശ്രീയിലൂടെയാണ് സാബിറ ജലീൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത്. കുടുംബശ്രീ പ്രവർത്തകയും ADS ചെയർപേഴ്സണും മുനിസിപ്പാലിറ്റി CDS മെമ്പറുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് നേതൃപാടവം തെളിയിച്ചു. സാബിറ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനായി സജീവമായ ഇടപെടൽ നടത്തിവരുന്നു. വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമാണ്. നഗരസഭയിലെ 38 വാർഡുകൾക്കും തുല്യ പരിഗണന നൽകി തുടർ വികസന പരിപാടികൾ നടപ്പാക്കുമെന്ന് ചെയർപേഴ്സൺ സാബിറ ജലീൽ പറഞ്ഞു. നമ്മുടെ ഒരു വാർഡിലെ വികസനം മാത്രമല്ലല്ലോ, തൊടുപുഴയിലെ 35 വാർഡിലെ വികസനങ്ങളാണ്, 38 വാർഡിലെ വികസനങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അന്നേരം ആ 38 വാർഡിലെ കൗൺസിലർമാരെയും കൂട്ടി UDF ഇവിടെ കഴിഞ്ഞ UDF ഭരണസമിതി നിർത്തിവെച്ച പ്രവർത്തനങ്ങളുണ്ട്. തുടർ മുനിസിപ്പാലിറ്റിയിലേക്ക് വേണ്ട വികസനങ്ങളുണ്ട്. ആ വികസനങ്ങൾ കൂടി ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നമ്മുടെ 38 കൗൺസിലർമാരെയും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ടായിരിക്കും, രാഷ്ട്രീയ മതഭേദമല്ലേ, 38 കൗൺസിലർമാരുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ UDF-ന് തൊടുപുഴയിൽ ഇത്രയും നല്ലൊരു UDF-ന് ഭരണം പറയാനായിട്ട് നമ്മുടെ ജനങ്ങൾ പ്രവർത്തിച്ച ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാകും. അതുപോലെ നമുക്ക് സമഗ്ര വികസനത്തിന്റെ ഭാഗമായിട്ട് നടത്തേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അതുമാതിരി നമ്മുടെ പ്രദേശത്ത് നല്ലൊരു ടെറഫ് കുട്ടികൾക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് നിലവിലില്ല, അത് കൊണ്ടുവരുവാനുണ്ട്. പിന്നെ സമ്പൂർണ്ണ ശുചിത്വ മാലിന്യ ഉറവിടങ്ങളുടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നിലവിൽ കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാ കൗൺസിലേഴ്സിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. फ्रंट ही कर ले, ठीक है
ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കെ ദീപക് തെരഞ്ഞെടുക്കപ്പെട്ടു. തൊടുപുഴ നഗരസഭ അധ്യക്ഷ സ്ഥാനം ആദ്യ ടൈമിൽ മുസ്ലിം ലീഗിനും 1 വർഷം കേരള കോൺഗ്രസിനും അവസാനത്തെ 2 വർഷം കോൺഗ്രസുമാകും നഗരസഭ ഭരിക്കുക. എന്നാൽ കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. 3 വർഷം കഴിഞ്ഞ് ആരെ എന്നതിന് പാർട്ടിക്കുള്ളിൽ തുല്യ അഭിപ്രായമില്ല. കോൺഗ്രസിലെ പടലപ്പിണക്കമാണ് ലീഗിന് ഭരണം നൽകിയതെന്നും ആക്ഷേപമുണ്ട്. തൊടുപുഴയിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയെങ്കിലും അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി UDF-ലുണ്ടായ തർക്കം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. പാർട്ടി എന്ത് തീരുമാനമാണോ ആ തീരുമാനം പറയുന്നത്, ആ തീരുമാനം ഓരോ കൗൺസിലർമാരും മുഴുവൻ കൗൺസിലർമാരും അംഗീകരിക്കും. അതായത് 3 വർഷത്തിന് ശേഷം കോൺഗ്രസിന് ആയിരിക്കും എന്നുള്ളതിനകത്ത് തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അത് ആര് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൗൺസിലേഴ്സ് ഒരു നിർദ്ദേശം വച്ചു എന്നത് ശരിയാണ്. പക്ഷേ ആ നിർദ്ദേശം ഇനി പാർട്ടി തീരുമാനിച്ച് ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം ഞങ്ങളെ അറിയിക്കും. പാർട്ടി അറിയിക്കുന്നത് ആരാണേലും ആരെയാണ് പാർട്ടി നിർദ്ദേശിക്കുന്നത് ആളെ ഞങ്ങൾ തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മിനിറ്റ്സ് തിരുത്തിയതിൽ പ്രതിഷേധം. ടി ജോസഫിനെ അധ്യക്ഷയാക്കണമെന്ന നിർദ്ദേശം ബ്ലോക്ക് പ്രസിഡന്റിന്റെ വ്യക്തി താൽപര്യമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ പറഞ്ഞു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. KPCC ജനറൽ സെക്രട്ടറിയേക്കാൾ ടി ജോസഫിനുള്ള അധിക യോഗ്യത വിശദീകരിക്കേണ്ടത് അവരെ നിർദ്ദേശിച്ച ആളുകളെന്ന് നിഷ സോമൻ പറഞ്ഞു. മിനിറ്റ്സിൽ തിരുത്തിയതിൽ KPCCക്ക് പരാതി നൽകുമെന്നും നിഷ സോമൻ അറിയിച്ചു. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. UDF-ന്റെ ധാരണയിൽ ആദ്യത്തെ ടേം ലീഗിന് കൊടുക്കുന്നു എന്ന് മാത്രമാണ്. കോൺഗ്രസ് പിന്നീടാണ്. പക്ഷെ ആരാണ് അധ്യക്ഷ എന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ DCC അറിയാതെ, UDF-ന്റെ ജില്ലാ ഘടകം അറിയാതെ, സംസ്ഥാന ഘടകം അറിയാതെ ഇങ്ങനെ ഒരു മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരായാലും നിരുത്തരവാദിത്തപരമായ പ്രവർത്തനമാണ്. അതിന് എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. മിനിറ്റ്സിൽ ഇതിൻ്റെ ഇടയ്ക്ക് അല്പ സ്ഥലത്ത് ഒരു വരി പോലും പിന്നീട് കൂട്ടിച്ചേർക്കാൻ പാകത്തിനല്ലാത്ത സ്ഥലത്താണ് ഇത് എഴുതി ചേർത്തത്. ആ മിനിറ്റ്സ് തുടക്കത്തിൽ ഇങ്ങനെയൊന്നും കണ്ടില്ല. അത് രേഖപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിൻ്റെ ശക്തമായ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് തൊടുപുഴ നടുക്കണ്ണം 31-ാം വാർഡിൽ പാർട്ടി ആദ്യമായി തീരുമാനിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി പിൻവാങ്ങിപ്പോയിരുന്നു. അത് ഇതുവരെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, അതായത് തൊടുപുഴയുടെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കോൺഗ്രസിന് വിജയിക്കാൻ പറ്റാതെ പോയൊരു സീറ്റാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പാർട്ടി എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ തോൽക്കാനാണെങ്കിൽ അങ്ങനെ, ജയിക്കാനാണെങ്കിൽ അങ്ങനെ എന്ന രീതിയിൽ പാർട്ടി എന്ത് പറഞ്ഞോ അതനുസരിച്ച് മത്സരിച്ച ആളാണ് ഞാൻ. കോൺഗ്രസിന് വേണ്ടി ആ വാർഡ് നമ്മൾ പിടിച്ചെടുത്തു. തീർച്ചയായിട്ടും ആ കോൺഗ്രസിലെ അവിടുത്തെ വാർഡ് പ്രവർത്തകരുടെ സന്തോഷം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ അംഗീകാരം എന്നെ സംബന്ധിച്ച് കിട്ടാനില്ല. പിന്നെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് ഞാൻ എങ്ങും പോയിട്ടില്ല. പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഇതുവരെ നിന്നിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ നിൽക്കുക. പിന്നെ കോർ കമ്മിറ്റി കൂടിയപ്പോൾ യാതൊരു തരത്തിലുമുള്ള ഒപ്പിടൽ പരിപാടികളൊന്നും തന്നെ നടന്നിട്ടില്ല. പിന്നീട് എപ്പോഴാണ് ഇങ്ങനെ ഒരു കത്ത് കൊടുത്തു എന്നതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. സാധാരണ ഇത്തരം കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. അത്തരത്തിൽ രഹസ്യമായി ചെയ്ത ഒരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടുന്നത് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അത് നിരുത്തരവാദിത്വപരമായ പ്രവർത്തനമാണ്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എനിക്കതിനെക്കുറിച്ച് അങ്ങനെ ഒരു രേഖയുണ്ടോ എന്ന് പോലും അറിയില്ല. അത് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കട്ടപ്പന നഗരസഭ അധ്യക്ഷനായി UDF-ലെ ജോയി വെട്ടിക്കുഴിയെ തെരഞ്ഞെടുത്തു. വരണാധികാരി അതുൽ സ്വാമിനാഥ് പുതിയ അധ്യക്ഷന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന വോട്ടെടുപ്പിൽ 20 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന LDF-ലെ VR സജിക്ക് 13 വോട്ടുകൾ ലഭിച്ചു. NDAയുടെ 2 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കൗൺസിലർ KJ ബെന്നി ജോയി വെട്ടിക്കുഴിയുടെ പേര് നിർദ്ദേശിക്കുകയും തോമസ് മൈക്കിൾ പിന്താങ്ങുകയും ചെയ്തു. VR സജിയുടെ പേര് ബേബി കുര്യൻ നിർദ്ദേശിക്കുകയും ബിന്ദുലത രാജു പിന്താങ്ങുകയും ചെയ്തു. UDF ജില്ലാ അധ്യക്ഷൻ കൂടിയായ ജോയി വെട്ടിക്കുഴി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് സ്ഥാനമേറ്റ ശേഷം പറഞ്ഞു. വരണാധികാരി അതുൽ സ്വാമിനാഥ് പുതിയ അധ്യക്ഷന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തിയത്.
ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന നഗരസഭ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നു. UDFിലെ ലീലാമ ബേബിയെയാണ് 20 വോട്ടുകൾക്ക് തെരഞ്ഞെടുത്തത്. വരണാധികാരി അതുൽ സ്വാമിനാഥ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. LDF സ്ഥാനാർത്ഥി 13 വോട്ടുകൾ നേടി. NDയുടെ 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. കട്ടപ്പന നഗരസഭയിൽ UDFിന്റെ ലീലാമ ബേബി 20 വോട്ടുകൾ നേടി വൈസ് ചെയർപേഴ്സണായി. വരണാധികാരി അതുൽ സ്വാമിനാഥ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. LDF സ്ഥാനാർത്ഥി രജി ബിജു 13 വോട്ടുകൾ നേടി. NDയുടെ 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ലീലാമ ബേബിയുടെ പേര് കൗൺസിലർ സജിമോൾ ഷാജി നിർദ്ദേശിച്ചു. കൗൺസിലർ ഷൈനി സണ്ണി പിന്താങ്ങി. LDFിലെ രജി ബിജുവിന്റെ പേര് KP സുമോദ് നിർദ്ദേശിക്കുകയും സിജി അജേഷ് പിന്താങ്ങുകയും ചെയ്തു. 29ാം വാർഡ് ITI കുന്നിൽ നിന്നും വിജയിച്ച ലീലാമ ബേബി കഴിഞ്ഞ ഭരണസമിതിയിൽ 2 വർഷം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കോതമംഗലം നഗരസഭയുടെ ചെയർപേഴ്സണായി കോൺഗ്രസിലെ ഭാനുമതി രാജു തെരഞ്ഞെടുക്കപ്പെട്ടു. 33 അംഗ കൗൺസിലിൽ LDFിലെ മരിയ രാജുവിന് 8 വോട്ടും UDFിലെ ഭാനുമതി രാജുവിന് 23 വോട്ടും ലഭിച്ചു. ഒരു സ്വതന്ത്രൻ UDFിന് വോട്ട് ചെയ്തപ്പോൾ ഒരാൾ അസാധുവാക്കി. BJPയുടെ ഏക അംഗം ഗീത ജയകുമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാനുമതി രാജു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സിവിൽ സപ്ലൈസ് ജീവനക്കാരുടെ ഡെപ്യൂട്ടേഷൻ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിലെ ജൂനിയർ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലുള്ള ജീവനക്കാരുടെ സപ്ലൈകോയിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ 5% വീതം കുറച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നും സിവിൽ സപ്ലൈസ് വകുപ്പിലെ ജീവനക്കാരുടെ തസ്തികകൾ വെട്ടിക്കുറച്ചുകൊണ്ട് വകുപ്പിനെ ഇല്ലാതാക്കുവാനുള്ള നടപടികളിൽ നിന്നും പിന്മാറണമെന്നും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണയും പ്രകടനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ വർഷവും 36ഓളം ക്ലർക്കുമാരുടെയും ഓരോ വർഷവും 30ഓളം വരുന്ന സീനിയർ ക്ലർക്കുമാരുടെയും 40 RIമാരുടെയും തസ്തികകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു വർഷം 100-ലേറെ വരുന്ന തസ്തികകളുടെ എണ്ണം 106ഓളം തസ്തികകൾ ഡെപ്യൂട്ടേഷൻ സാധ്യത ഇല്ലാതായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് അത് തുടർന്നു വരികയാണ്. അത്തരത്തിൽ 4-5 വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള ഡെപ്യൂട്ടേഷൻ സാധ്യത ഇല്ലാതായി വരുമ്പോൾ അവരുടെ പ്രൊമോഷനിൽ വലിയ മാറ്റം വരികയാണ്. മുൻപെല്ലാം സിവിൽ സപ്ലൈസ് വകുപ്പിലേക്ക് വലിയ ആകർഷകമായിട്ടുള്ള വകുപ്പായിരുന്നു. ഒരു ക്ലർക്കായിട്ട് സർവീസിൽ വന്നു കഴിഞ്ഞാൽ 2-2.5 വർഷക്കാലം കൊണ്ട് അവർക്ക് സീനിയർ ക്ലർക്കാവാൻ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറ്റം വന്നിട്ട് ഒരു ക്ലർക്ക് തസ്തികയിൽ വരുന്നയാൾ 6, 7, 8 വർഷം വരെ സീനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. RIമാർ 7 വർഷം 8 വർഷം കൊണ്ട് സീനിയർ ക്ലർക്ക് RI ആകുമായിരുന്നുവെങ്കിൽ ഇന്നത് 14-15 വർഷമായിട്ട് നീണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അത് ഈ ഡെപ്യൂട്ടേഷൻ സംവിധാനം ഇതേ രീതിയിൽ നിലനിന്ന് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ 7-8 എന്നുള്ളത് വീണ്ടും അത് കൂടുകയും 10-12 വർഷത്തേക്കും 15-20 വർഷം വരെ RI ആകുന്നതിനും കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്.
അതിനേക്കാൾ ഏറെ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു പുതിയ ഉത്തരവ് 24/25 എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഉത്തരവിൽ ആണ് TSOമാരുടെയും അതോടൊപ്പം തന്നെ ATSOമാരുടെയും പ്രൊമോഷൻ സാധ്യതകളെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്കുള്ള പുതിയ ഡെപ്യൂട്ടേഷൻ വെട്ടിക്കുറയ്ക്കുന്ന 5% കൂടി ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കുകയാണ്. 5% തസ്തികയിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ സാധ്യത. അപ്പോൾ അത്തരത്തിൽ ഈ തസ്തികകളുടെ എണ്ണം ഡെപ്യൂട്ടേഷൻ സാധ്യത ഇല്ലാതാകുന്ന വിധത്തിലേക്ക് പുതിയ ഉത്തരവുകൾ ഇറങ്ങുമ്പോൾ ഇതിനെതിരായ ശക്തമായിട്ടുള്ള പ്രതിഷേധം ജോയിന്റ് കൗൺസിലും KCSOF ഇതിനു മുൻപ് സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ നൽകുന്ന സ്വീകരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഇടുക്കി ജില്ലാ സന്ദേശയാത്ര ശനിയാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8 മണിക്ക് മങ്ങാട്ടുവല അഹമ്മദ് മുസ്ലിയാർ മക്കാമിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര 16 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകുന്നേരം 5:30 ഏഴല്ലൂരിൽ സമാപിക്കും. സമസ്തയുടെ സെന്റിനറി ആഘോഷത്തിന്റെ ഭാഗമായാണ് കേരള യാത്ര നടത്തുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന കേരള യാത്രയ്ക്ക് ജനുവരി 12 തൊടുപുഴയിൽ നൽകപ്പെടുന്ന സ്വീകരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ഇടുക്കി ജില്ലാ സന്ദേശയാത്ര 27 ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8 മണിക്ക് മങ്ങാട്ടുകവല അഹമ്മദ് മുസ്ലിയാർ മഖാമിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര 16 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 5:30 ഏഴല്ലൂരിൽ സമാപിക്കും. 28 യാത്ര ഇടമറുക് മഖാമിൽ നിന്നും ആരംഭിച്ച് 15 സ്വീകരണ സ്ഥലങ്ങളിൽ സഞ്ചാരം നടത്തി വണ്ണപ്പുറത്ത് സമാപിക്കും. 29 രാവിലെ കഞ്ഞിക്കുഴിയിൽ നിന്നും ആരംഭിച്ച് ചെറുതോണിയിൽ സമാപിക്കും. 30 രാവിലെ ഉപ്പുതറയിൽ നിന്നും ആരംഭിച്ച് നെടുങ്കണ്ടത്ത് സമാപിക്കും. 31 പൂപ്പാറയിൽ നിന്നും ആരംഭിച്ച് ഇരുമ്പുപാലത്ത് സമാപിക്കും. സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ, അബ്ദുൾ കരീം സഖാഫി, അബ്ദുൾ ഹമീദ് ബാഖഫി തുടങ്ങിയവർ നേതൃത്വം നൽകും. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SJM, SMA ജില്ലാ നേതാക്കൾ സംസാരിക്കും. സമസ്തയുടെ സെന്റിനറി ആഘോഷത്തിന്റെ ഭാഗമായാണ് കേരള യാത്ര നടത്തുന്നത്. മനുഷ്യർക്കിടയിലെ സ്നേഹവും ഐക്യവും സഹോദര്യവും സമാധാനവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യാത്ര നടത്തുന്നത്. കേരള യാത്ര ജനുവരി 1 കാസർഗോഡ് നിന്നും ആരംഭിച്ച് 16 തിരുവനന്തപുരത്ത് സമാപിക്കും. സകല മേഖലകളെയും മുച്ചൂടം ബാധിച്ച് വർഗീയതയും തീവ്രവാദവും ഒരു ഭാഗത്ത്, അതേപോലെ സ്ത്രീകൾക്കെതിരെയുള്ള കടന്നുകയറ്റം മറ്റൊരു ഭാഗത്ത്, ലഹരി, അതുമായി ബന്ധപ്പെട്ട മാഫിയകൾ, ചെറിയ കുട്ടികളിൽ പോലും പിടിമുറുക്കുന്ന അതിദയനീയമായ സാഹചര്യം, വിദ്യാഭ്യാസ മേഖല പോലും കച്ചവടവൽക്കരിക്കപ്പെടുന്ന അതിദയനീയമായ പശ്ചാത്തലം, ഇങ്ങനെ തുടങ്ങി സാമ്പത്തികമായ വിദ്യാഭ്യാസപരമായ സർവമേഖലകളും ഒരു മൂല്യച്യുതി നേരിടുമ്പോൾ സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് എല്ലാ വിഭാഗങ്ങളെയും ചേർത്തു പിടിക്കുക എന്ന കാഴ്ചപ്പാട്, അതാണല്ലോ ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തന്നെ മറ്റ് രാജ്യങ്ങളെ ആപേക്ഷികമായി താരതമ്യ പഠനം നടത്തുമ്പോൾ അതിന്റെ മൂല്യം, അതിന്റെ ഭംഗി എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നതാണ്. അതിനൊരു വിള്ളൽ വരാതെ എല്ലാ തലങ്ങളിലുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യരായി കാണുന്ന വലിയ ചിന്തകൾ കൈമാറുന്ന വ്യത്യസ്ത തലത്തിലുള്ള ചർച്ചകൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ജനുവരി 1 മുതൽ 17 വരെ കേരളത്തിൽ നടക്കുന്നത്. മഹത്തായ യാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് ജനുവരി 12-നാണ്. ആ ജനുവരി 12-ന് പ്രവേശിക്കുമ്പോൾ ഇവിടുത്തെ മുഴുവൻ മീഡിയ മേഖലകളിലുള്ള ആളുകൾ പങ്കെടുപ്പിച്ച് വലിയൊരു പ്രോഗ്രാം നാം ആവിഷ്കരിക്കുന്നുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കൺവീനറും ജില്ലാ സംഘാടക സമിതി അംഗവുമായ TK അബ്ദുൾ കരീം സഖാഫി, ഷംസുദ്ദീൻ മുസ്ലിയാർ, സുബൈർ അഹ്സനി, മുസ്തഫ അഹ്സനി, കരീം ഹാജി, ഹിബത്തുള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മേജർ ജനറൽ VT മാത്യുവിനെ ആദരിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ മെറിറ്റ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിലാണ് നാടിന്റെ അഭിമാനമായ സൈനിക ഓഫീസറെ കോതമംഗലം രൂപത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ മോൺസിലർ പയസ് മലയക്കണ്ടത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചത്. നിലവിൽ കേരള കർണാടക ഉപമേഖലയിൽ ജനറൽ കമാൻഡിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം തൊടുപുഴ ഏഴുമുട്ടം സ്വദേശിയാണ്.
വയനാട് നടന്ന പ്രകൃതി ദുരന്തം ഉൾപ്പെടെ അനേകം ധീരമായ പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനവും നാടിന്റെ ഹീറോയുമായി തിളങ്ങുന്ന മേജർ ജനറൽ VT മാത്യുവിനെ ന്യൂമാൻ കോളേജിൽ വെച്ച് ആദരിച്ചു. കോളേജിന്റെ മെറിറ്റ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിലാണ് കഠിന പരിശ്രമത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും അതിവിശിഷ്ട സേവാ മെഡൽ, യുദ്ധ സേവാ മെഡൽ എന്നിവ ഉൾപ്പെടെയുള്ള ഉന്നത ബഹുമതികൾ സ്വന്തമാക്കി നാടിന് അഭിമാനമായ സൈനിക ഓഫീസറെ കോതമംഗലം രൂപത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ മോൺസ്റ്റർ പയസ് മലയക്കണ്ടത്തിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചത്. മേജർ ജനറലിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഉയർന്നു മുന്നേറുവാൻ യുവതലമുറയ്ക്ക് ഊർജ്ജമേകുമെന്നും ഇത്തരം മാതൃകകൾ കാലഘട്ടത്തിന് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിലവിൽ കേരള കർണാടക ഉപമേഖലയിൽ ജനറൽ കമാൻഡിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം തൊടുപുഴ ഏഴുമുട്ടം സ്വദേശിയാണ്. 1988 ഡിസംബർ 11 മദ്രാസ് റെജിമെന്റിൽ ചേർന്ന ഓഫീസറുടെ നേതൃത്വത്തിലാണ് 2024 പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയ വയനാട്ടിലെ മുണ്ടക്കൈ പ്രദേശത്തെ നൂറുകണക്കിന് ജനങ്ങളുടെ ജീവൻ വീണ്ടെടുക്കാൻ ഉപകരിച്ച ബെയിലി പാലം കേവലം 31 മണിക്കൂർ കൊണ്ട് ഇന്ത്യൻ സൈന്യം നിർമ്മിച്ചത്. കോളേജിന്റെ മെറിറ്റ് ഡേയിൽ വിശിഷ്ടാദ്യ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മെഡലുകൾ നൽകിയ അദ്ദേഹം യുവതലമുറ ലക്ഷ്യബോധത്തോടെ പ്രയത്നിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ന്യൂമാൻ കോളേജ് NCC ബാൻഡ് രണ്ടാമതും റിപ്പബ്ലിക് ദിനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നാടിനേറെ വിശിഷ്ടമായ സമ്മാനമാണെന്നും യുവാക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ NCCയുടെ പ്രവർത്തനങ്ങൾ സ്തുത്യർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡിപെൻഡൻസിന് മുമ്പ് വേൾഡ് വാർ 1, വേൾഡ് വാർ 2 നമ്മൾ വേറെ ഫ്ലാഗുകൾ, അതായത് ബ്രിട്ടീഷ് ഫ്ലാഗിന്റെ കീഴിൽ നമ്മൾ ഫൈറ്റ് ചെയ്തു. പക്ഷേ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഇത്രയും യുദ്ധം ചെയ്തിട്ടുള്ള ഒരു ആർമി വേറെ ഇല്ല ഇന്ത്യയിൽ. പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ 47, 65, 71, 99 ഈ വർഷങ്ങളിലെല്ലാം നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തു, പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തു വന്നു. ഇതുപോലെ ചൈനയുമായിട്ട് 62, ഇന്ത്യക്ക് വെളിയെ കോങ്കോ, കൊറിയ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ ആർമി പോയി. ഇത്ര എക്സ്പീരിയൻസ് യുദ്ധത്തിലുള്ള ഒരു ആർമി വേറെ രാജ്യത്തെങ്ങുമില്ല, വേറെ ഒരു രാജ്യത്തുമില്ല. ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ്, അതായത് ഒരു പട്ടാളം എവിടെയെങ്കിലും പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാനുഷികതയ്ക്ക് എത്ര പരിഗണന കൊടുക്കുന്നു, എങ്ങനെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് അപ്ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതിന് ഇന്ത്യൻ ആർമിയുടെ എക്സാമ്പിളാണ്. ലോകത്തെമ്പാടും ഇന്ത്യൻ ആർമിക്ക് റെസ്പെക്ട് ഉള്ളത് ഈ ഒരേ ഒരു കാരണം കൊണ്ടാണ്. ഇന്ത്യൻ ആർമി എവിടെ ഡിപ്ലോയ് ചെയ്താലും സിവിലിയൻസിനോ അൺആംഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ ഒരു കുഴപ്പവും വരാതെ നോക്കാൻ ഇന്ത്യൻ ആർമിയുടെ കഴിവ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നു. ചടങ്ങിൽ 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ RSR കൃഷ്ണൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ്, അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, ഡോക്ടർ സാജു എബ്രഹാം, പ്രൊഫസർ ബിജു പീറ്റർ, കോളേജ് ബർസർ ഫാദർ എബ്രഹാം നിരവത്തിനാൽ, കോളേജ് യൂണിയൻ ചെയർമാൻ അബിനാസ് PN എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നെയ്യശ്ശേരി നടക്കനാൽ കുടുംബയോഗം 24ാം വാർഷിക പൊതുയോഗം SNCM LP സ്കൂൾ ഹാളിൽ നടന്നു. BBC ന്യൂസ് ചെയർമാൻ സാബു നെയ്ശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നടക്കനാൽ കുടുംബയോഗം പ്രസിഡന്റ് സോമൻ NS അനുസ്മരണ പ്രഭാഷണം നടത്തി. കുടുംബയോഗം രക്ഷാധികാരി റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ NR നാരായണൻ അധ്യക്ഷത വഹിച്ചു. നെയ്ശ്ശേരി നടക്കനാൽ കുടുംബയോഗത്തിന്റെ 24ാം വാർഷിക പൊതുയോഗം വിപുലമായി സംഘടിപ്പിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്ത പൊതുയോഗത്തിന് ശേഷം വിവിധ മത്സരങ്ങളുമുണ്ടായിരുന്നു. നെയ്ശ്ശേരി SNCM LP സ്കൂൾ ഹാളിൽ വെച്ചാണ് യോഗം നടന്നത്. BBC ന്യൂസ് ചെയർമാൻ സാബു നെയ്ശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന ആളുകളാണ് നടക്കനാൽ എന്ന വീട്ടുപേരിലുള്ളവരിൽ മുഴുവൻ പേരും എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ആരോടും വേറെ അലോക്യത്തിന് പോകാറില്ല. എപ്പോഴും ഒരു സൗമ്യമായിട്ടും പുഞ്ചിരിയോടെയും, അത് ബന്ധുക്കൾ തമ്മിലാണെങ്കിലും അയൽവാസികളോടാണേലും സുഹൃത്തുക്കളോടാണേലും അങ്ങനെ അത് ഓരോ കുടുംബത്തിൻ്റെയും ആ ഒരു ഗുണമാണ് അവിടെ കാണുന്നത്. മറ്റ് വീടുകളെ പറ്റി പറയുമ്പോൾ നമുക്കിത് യാതൊരു മടിയുമില്ലാതെ പറയാവുന്ന പെരുമാറ്റമാണ്. ഒരാളെ പോലും നമുക്ക് അതിൻ്റെ അകത്ത് മാറ്റി നിർത്താൻ സാധിക്കില്ല. അത് ഈ കുടുംബത്തിൻ്റെ ആ ഒരു മേന്മ തന്നെയാണ്. കുടുംബയോഗങ്ങൾ എല്ലാവരുടെയും ഒരു ഉന്നമനത്തിന് സഹായിക്കും എന്നുള്ളതാണ് ഈ കുടുംബയോഗം ആര് കണ്ടുപിടിച്ചാലും അതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഇപ്പോൾ പറയുന്നത് യുവതലമുറ വഴിതെറ്റുന്നു എന്നുള്ളൊരു വിലാപമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ വിലാപമല്ലാണ്ട് ഈ യുവതലമുറയെ
നേരായ മാർഗത്തിലൂടെ നയിക്കുവാനുള്ള ഒരു സംവിധാനവും നടക്കുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, ഈ മക്കളോട് മാതാപിതാക്കൾ നന്നായി നടക്കണമെന്ന് പറയണമെങ്കിൽ മാതാപിതാക്കൾ നന്നായി നടക്കണം. അപ്പോൾ മാതാപിതാക്കൾ നല്ല മാതൃക കാട്ടിക്കൊടുത്താൽ മക്കളും നല്ല രീതിയിൽ തന്നെ പൊക്കോളും. ഇപ്പോൾ പല മാതാപിതാക്കളും പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ മക്കൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊക്കെ മാറ്റം വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തന്നെ നന്നാകണം എന്നാണ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, വേറെ അറിവുള്ള 1-2 ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിയാണ് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളിലും സജീവമാവുകയാണെങ്കിൽ തന്നെ ഈ വഴിതെറ്റൽ ഒഴിവാക്കാനാവും. ഞാൻ ഏതാണ്ട് 18 വയസ്സ് ഉള്ളപ്പോഴാണ് നമ്മുടെ ആമ്പുകുടി ക്ഷേത്രത്തിന് ഇപ്പുറേ ആ വള്ളാടിയിലെ ചേട്ടൻ്റെ ഒരു ചെറിയ മുറി രഞ്ജിനി ക്ലബ്ബ് എന്ന പേരിൽ തുടങ്ങി. അതിൻ്റെ അകത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ തൊഴിലിലും പെട്ട ആളുകളുണ്ടായിരുന്നു. ഏതാണ്ട് 130ഓളം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ 18 വയസ്സിൽ ഇത്രയും ആളുകളെ എങ്ങനെ സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ ഇന്ന് എനിക്കത് ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഈ ക്ലബിൽ വന്ന ആളുകൾ അവർ നല്ല രീതിയിൽ എല്ലാവരും ജോലിയായി അല്ലെങ്കിൽ കൃഷിയിലായി അല്ലെങ്കിൽ അവരവരുടെ എന്ത് മേഖലയാണോ അതിൽ പ്രാവീണ്യം നേടുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ പരിചയക്കാരുണ്ടാകുമ്പോൾ നമ്മൾ വഴിതെറ്റാനുള്ള സാഹചര്യം കുറയും. നമ്മളെ ആരും അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആരും അറിയില്ല എന്ന ധാരണയിൽ തെറ്റ് ആവർത്തിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകും. നടക്കനാൽ കുടുംബയോഗം പ്രസിഡന്റ് സോമൻ NS അനുസ്മരണ പ്രഭാഷണം നടത്തി. കുടുംബയോഗം രക്ഷാധികാരി റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ NR നാരായണൻ അധ്യക്ഷത വഹിച്ചു. SNCM LPS മാനേജറും SNDP യോഗം കരിമണ്ണൂർ ശാഖാ സെക്രട്ടറിയുമായ വിജയൻ താഴാനി, SNDP യോഗം പെരുമ്പള്ളിച്ചിറ ശാഖാ പ്രസിഡന്റ് റിട്ടയർഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ, റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ട് ജയകുമാരി NP, സുമേഷ് NS തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ഗോപികയെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ വിദ്യാഭ്യാസ അവാർഡുകളും സമ്മാനിച്ചു. ബൈജു ശിവരാമൻ സ്വാഗതവും കുടുംബയോഗം സെക്രട്ടറി ഷിബു NC നന്ദിയും വൈസ് പ്രസിഡന്റ് ബിനു MS കൃതജ്ഞതയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും വനിതാ പുരുഷ വിഭാഗങ്ങൾക്കായി വടംവലി മത്സരവും നടത്തി.
കരിമണ്ണൂർ. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ചർച്ചിന് കീഴിലുള്ള വാകച്ചൂട് മരിയ വിനായിക് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി വാഴക്കാല കരോളിന് ആശംസ അറിയിച്ച് സംസാരിച്ചു. കുടുംബ കൂട്ടായ്മയിലെ നിരവധി ആളുകളും ക്രിസ്മസ് കരോളിൽ പങ്കെടുത്തു. ക്രിസ്തുദേവന്റെ തിരുപ്പിറവി സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ചർച്ചിന് കീഴിൽ വരുന്ന വാകച്ചുവട് മരിയ വിനായിക് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി വാഴക്കാല കരോളിന് ആശംസ അറിയിച്ച് സംസാരിച്ചു. ഈ സ്നേഹത്തിന്റെയും മതേതരത്തിന്റെയും എല്ലാം ഒരു കൂട്ടായ്മ കൂടിയാണ് ക്രിസ്മസ്. ഞാൻ എല്ലാ വർഷവും ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. എൻ്റെ മേഖലയിലുള്ള കുടുംബ കൂട്ടായ്മയുടെ ഭാഗമായി ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് പോകാറുണ്ട്. ഈ കൊല്ലവും ഞാൻ ഈ കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് ആ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ വന്നപ്പം എല്ലാവരുമായി കൂടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. മരിയ വിനായിക് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്തുമസ് കരോളിൽ ജാതിമത ഭേദമന്യേ എല്ലാ വീടുകളിലും തിരുപ്പിറവി സന്ദേശം എത്തിച്ചു. പരിപാടികൾക്ക് ബിജു കുറ്റ്യാനി, ജോസഫ് കണ്ണംപ്ലാക്കൽ, സിബി മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആയിരക്കണക്കിന് കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്ന ഇടുക്കി പന്ന്യാർകുട്ടി സെന്റ് മേരീസ് യു പി സ്കൂൾ സുവർണ ജൂബിലിയുടെ നിറവിൽ 6.5 പതിറ്റാണ്ടിന് മുമ്പാണ് പന്ന്യാർകുട്ടി സെന്റ് മേരീസ് പള്ളിയോട് ചേർന്ന് ഒരു സ്വകാര്യ സ്കൂൾ ആരംഭിച്ചത്. പിന്നീട് സ്കൂളിന് അംഗീകാരം ലഭിച്ചു. ജനുവരി 1 സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കും. സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ജനുവരി 1 സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇടുക്കിയിലെ കുടിയേറ്റ ഗ്രാമമായ പന്നിയാർകുട്ടിയിൽ സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പന്നിയാർകുട്ടി സെന്റ് മേരീസ് യു പി സ്കൂൾ സുവർണ ജൂബിലി നിറവിൽ. ഏതാണ്ട് 6.5 പതിറ്റാണ്ട് മുൻപാണ് പന്നിയാർകുട്ടി സെന്റ് മേരീസ് പള്ളിയോട് ചേർന്ന് ഒരു സ്വകാര്യ സ്കൂൾ ആരംഭിച്ചത്. എന്നാൽ പിന്നീട് സ്കൂളിന് അംഗീകാരം ലഭിച്ചു. 50 വർഷം മുൻപ് കൊള്ളിമല സെന്റ് മേരീസ് യു പി സ്കൂൾ എന്ന പേരിലാണ് സ്കൂളിന് അംഗീകാരം ലഭിച്ചത്. ഞാൻ ഈ സ്കൂളിൽ പഠിച്ച് ഒരു വിദ്യാർത്ഥിയാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ 59 ജനിച്ചതാണ്. 4ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. അന്ന് സ്കൂളിന് ഇതില്ലായിരുന്നു, നമ്മുടെ അംഗീകാരമില്ലായിരുന്നു. 75 അംഗീകാരം കിട്ടിയത്. എൻ്റെ മക്കളും ഇവിടെ തന്നെയാണ് പഠിച്ചത്. എല്ലാം നല്ല സ്കൂളാണ്. പന്നിയാർകുട്ടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും 100കണക്കിന് കുടുംബങ്ങൾക്ക് 6.5 പതിറ്റാണ്ട് മുതൽ പ്രാഥമിക പഠനം ലഭ്യമാക്കിയ വിദ്യാലയമാണിത്. 15 വർഷക്കാലം അനൌദ്യോഗികമായി പ്രവർത്തിക്കുകയും തുടർന്ന് അംഗീകാരം ലഭിക്കുകയും ചെയ്ത വിദ്യാലയത്തിൽ പഠിച്ച 2 തലമുറയിൽപ്പെട്ടവർ ഈ കുടിയേറ്റ ഗ്രാമത്തിലുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഈ കാർഷിക ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ പാഠ്യേതര പ്രവർത്തനങ്ങളിലും പഠന പ്രവർത്തനങ്ങളിലും നല്ല നിലവാരം പുലർത്തി മുന്നേറുകയാണ്. പന്നിയാർകുട്ടി ഒരു കുടിയേറ്റ ഗ്രാമമാണ്. 1976 മുതൽ ഈ കൊള്ളിമല സ്കൂൾ ഈ മേഖലയിൽ അംഗീകരിച്ച് കിട്ടുവാൻ വേണ്ടി അന്നുണ്ടായിരുന്ന സഭയോട് ബന്ധപ്പെട്ട് നിന്ന വൈദികർ ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ അനുവാദം കിട്ടുന്നതിന് മുമ്പ് ഏകദേശം 15 വർഷത്തോളം ഈ സ്കൂൾ ഇവിടെ പ്രവർത്തിച്ചു പോന്നിരുന്നു. വൈദികരുടെ സംയോജിതമായ തീരുമാനങ്ങൾ കൊണ്ട് അത് ഈ പന്നിയാർകുട്ടിയിൽ കൊള്ളിമല എന്ന പേരിൽ ഈ സ്കൂളിന് അംഗീകാരം മേടിച്ചെടുത്തു. ഇതിന് അംഗീകാരം ലഭിച്ചിട്ട് 50 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഒരു സുന്ദര വർഷത്തിലാണ് ഇപ്പോൾ. 1975-76 കാലഘട്ടത്തിലാണ് ഈ സ്കൂളിന് അംഗീകാരം ലഭിക്കുന്നത്. അതിനു മുൻപും ഇവിടെ ഈ പ്രദേശത്തിൻ്റെ ഒരു തിലകക്കുറിയായിട്ട് വിരാജിച്ചിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ വിദ്യാലയം. ധാരാളം ആളുകളിവിടെ പഠിച്ചു കടന്നു പോയിട്ടുണ്ട്. ഏതാണ്ട് 15,000-ത്തിലധികം ആളുകൾ ഈ വിദ്യാലയത്തിൽ പഠിച്ചു കടന്നു പോയതായിട്ടാണ് ഇവിടുത്തെ രേഖകൾ പറയുന്നത്. സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇവിടെ പഠിച്ചു കടന്നു പോയിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട്, ഈ ദേശത്തുള്ള നല്ലവരായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരെയും ഈ വിശേഷമായ ഈ അവസരത്തിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ജനുവരി 1 സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഭവനരഹിതർക്ക് തല ചായ്ക്കാൻ ഒരിടമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ സേവിയേഴ്സ് ഹോം നടപ്പിലാക്കുന്ന ഹോംസ് ഫോർ ദി ഹോംലെസ് പദ്ധതിയുടെ ആദ്യ വീട് യാഥാർത്ഥ്യമായി.
പെരുമ്പള്ളിച്ചിറ സ്വദേശിക്ക് നിർമ്മിച്ച ഈ വീടിന്റെ താക്കോൽദാനവും വെഞ്ചിരിപ്പും ക്രിസ്മസ് ദിനത്തിൽ നടന്നു. റവറന്റ് ഫാദർ മാത്യു ജെ കുന്നത്തും പെരുമ്പള്ളിച്ചിറ ഇടവക വികാരി റവറന്റ് ഫാദർ ജോൺ ചാത്തോലിലും ചേർന്ന് വെഞ്ചിരിപ്പ് നിർവഹിച്ചു. അലൻ ജോൺ, ഡോക്ടർ പയസ്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സാബു, ബേബി ജോൺ കലയന്താനി തുടങ്ങിയവർ ചേർന്ന് താക്കോൽദാനം നിർവഹിച്ചു. റവറന്റ് ഫാദർ മാത്യു ജെ കുന്നത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഭവനരഹിതർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നത്. ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ പൂർത്തിയാകുന്നത്. ഒരു കുടുംബത്തിന്റെ കാലങ്ങളായുള്ള കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഇതോടെ വിരാമമാകും. പെരുമ്പള്ളിച്ചിറ സ്വദേശി സന്തോഷിനും കുടുംബത്തിനുമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും വെഞ്ചരിപ്പും ക്രിസ്മസ് ദിനത്തിൽ നടന്നു. റവറന്റ് ഫാദർ മാത്യു ജെ കുന്നത്തും പെരുമ്പള്ളിച്ചിറ ഇടവക വികാരി റവറന്റ് ഫാദർ ജോൺ ചാത്തോലിലും വെഞ്ചരിപ്പ് നിർവഹിച്ചു. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പാപത്തിൽ ഇടയാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെയും ഈ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അന്യസ്ഥലത്തായിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭവനത്തിന്റെ വാഗ്ദത്തത്തിൻപടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങേ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. അലൻ ജോൺ, ഡോക്ടർ പയസ്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സാബു, ബേബി ജോൺ കലയന്താനി തുടങ്ങിയവർ ചേർന്ന് താക്കോൽദാനം നിർവഹിച്ചു. ഈ സംരംഭം വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും പ്രാർത്ഥനയോടെ കൂടെ നിന്നവർക്കും ഫാദർ മാത്യു ജെ കുന്നത്ത് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ചുമതലയേറ്റു. ഇടുക്കി ജില്ലാ സബ് കളക്ടർ അനൂപ് ഗാർഗെയായിരുന്നു വരണാധികാരി. തൊടുപുഴ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മിനിറ്റ്സിൽ തിരുത്തിയിൽ പ്രതിഷേധം. ടി ജോസഫിനെ അധ്യക്ഷയാക്കണമെന്ന നിർദ്ദേശം ബ്ലോക്ക് പ്രസിഡന്റിന്റെ വ്യക്തി താൽപര്യമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ പറഞ്ഞു. കട്ടപ്പന നഗരസഭ അധ്യക്ഷനായി UDF-ലെ ജോയി വെട്ടിക്കുഴിയെ തെരഞ്ഞെടുത്തു. വരണാധികാരി അതുൽ സ്വാമിനാഥ് പുതിയ അധ്യക്ഷന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോതമംഗലം നഗരസഭയുടെ ചെയർപേഴ്സണായി കോൺഗ്രസിലെ ഭാനുമതി രാജു തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ നൽകുന്ന സ്വീകരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഇടുക്കി ജില്ലാ സന്ദേശയാത്ര ശനിയാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.